എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവാധീനമുണ്ടെങ്കിൽ അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതാണ്. ധനം, സന്താനഗുണം, ഭാഗ്യം, ദൈവാധീനം, വിവിധ കാര്യങ്ങളിലുള്ള അനുഭവ യോഗങ്ങൾ ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോണം, വ്യാഴഗ്രഹം നമുക്ക് അനുകൂലമാണ് എന്ന്. നിങ്ങളുടെ ജാതകത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രതികൂലം ആണെങ്കിലും വ്യാഴം മാത്രം അനുകൂല സ്ഥാനത്ത് ആണെങ്കിൽ ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ്. മറിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല സ്ഥിതിയിലും വ്യാഴം മാത്രം പ്രതികൂല സ്ഥിതിയിലും ആയാൽ അനുഭവ ഗുണം കുറയുന്നതും ആണ്. അതായത് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടായാലും അത് അനുഭവിക്കാൻ ഒരു യോഗം ഇല്ലാതെ വരിക, ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി ആണ്. വ്യാഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട് ജാതകത്തിൽ. വ്യാഴഗ്രഹം 2025 മെയ് മാസം 14 ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്ന് രാശി മാറി മിഥുനം രാശിയിലേക്ക് വരികയാണ്. ഈ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും പലവിധ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക. അത് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. മകരക്കൂറിൽ വരുന്ന ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം 5-ാം ഭാവത്തിൽ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. മകരക്കൂറിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്കൊക്കെ കഴിഞ്ഞ ഒരു വർഷമായി ഗുണകരമായ അവസ്ഥയാണ്. സാമ്പത്തികമായും ഈ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടായി കാണത്തില്ല. എന്നാൽ ഈ സമയം 7.5 ശനിയുടെ അവസാന കാലമായിരുന്നതിനാൽ അപ്രതീക്ഷിതമായിട്ട് പല വഴിക്കും ധനനഷ്ടം ഉണ്ടായിട്ടുണ്ടാകണം. ധനലാഭം ഉണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊക്കെയുള്ള ധനനഷ്ടവും ഈ സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. 7.5 ശനിയുടെ അവസാന സമയത്ത് വ്യാഴം അഭീഷ്ട സ്ഥാനത്തൊക്കെ നിന്നത് മകരക്കൂറുകാരുടെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ശനി മൂലമൊക്കെ ഉണ്ടായിരുന്ന വലിയ ദോഷങ്ങളൊക്കെ വ്യാഴം നിങ്ങൾക്ക് ഈ സമയത്ത് മാറ്റിയിട്ടുണ്ടാകും. മകരക്കൂറുകാർക്ക് 7.5 ശനി മാർച്ച് അവസാനം മാറുന്നതാണ്. ശനി മൂലമുള്ള ആ ബുദ്ധിമുട്ടുകൾക്ക് ഈ സമയത്തൊക്കെ അയവ് വരുന്നതാണ്. ഈ 7.5 ശനി മാറുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 7.5 വർഷം നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചോ അതിന് തക്കവണ്ണമുള്ള ഒരു പ്രതിഫലവും തന്നിട്ട് ശനി പോകൂ. ഗുണകരമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചവർക്ക് ശനി എന്തെങ്കിലും നല്ല ഗുണങ്ങളൊക്കെ തന്നിട്ടായിരിക്കും പോവുക. എന്നാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം 5-ൽ നിന്ന് 6-ലേക്കാണ് സംഭവിക്കുന്നത്. 6-ാം ഭാവം വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു നല്ല ഒരു ഭാവമല്ല. മകരക്കൂറുകാർ, നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നിൽക്കുന്ന സ്ഥാനം ഗുണകരമാണോ ദോഷകരമാണോ എന്ന് നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് ദോഷകരമായ സ്ഥാനത്തൊക്കെയാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഇപ്പോഴേ വ്യാഴപ്രീതിക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അത് വ്യാഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ഇനി വ്യാഴപ്രീതിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. മകരക്കൂറുകാരുടെ വ്യാഴത്തിൻ്റെ 6-ാം ഭാവത്തിൽ ഉള്ള നിൽപ്പ് ആരോഗ്യപരമായി അല്പം നിങ്ങൾ ശ്രദ്ധിക്കണം. നിലവിൽ
എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയൊക്കെ ഈ സമയത്ത് കൊടുക്കണം. ആവശ്യമായ എക്സസൈസുകളെ യോഗയൊക്കെ പരിശീലിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ആഹാര നിയന്ത്രണമൊക്കെ ഈ സമയത്ത് ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ അവർക്ക് അത്യാവശ്യം വേണ്ട മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ സമയത്തൊക്കെ ചെയ്യണം. അനാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള ചിലവുകളൊക്കെ ഈ സമയത്തൊക്കെ വർദ്ധിപ്പിക്കാം. അത് ചിലപ്പോൾ ആശുപത്രിക്ക് ചിലവുകളാവാം. ആശുപത്രി ചിലവൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ഈ മരുന്നുകളൊക്കെ മേടിക്കാൻ കാശില്ലാതൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതും ഈ ആശുപത്രി ചിലവുകളൊക്കെ കുറയ്ക്കുന്നതിന് നല്ലതാണ്. ഇനി തൊഴിൽ സ്ഥലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന സ്ഥാനമാണ്. അവിടെ ഈ തൊഴിൽ സ്ഥലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി ഇടപെടരുത്. മറ്റുള്ളവരുടെ ഒക്കെ പ്രശ്നങ്ങളിൽ വെറുതെ പോലും ഒരു അഭിപ്രായം പറയാൻ നിൽക്കരുത്. ജോലിയിൽ വളരെയധികം ശ്രദ്ധയോടും ക്ഷമയോടും കൂടി നിൽക്കുക. തൊഴിൽ ദാതാക്കളോടും മേലുദ്യോഗസ്ഥന്മാരോടുമൊക്കെ സൗമ്യമായിട്ട് പെരുമാറുകയും അവരുടെ പ്രീതിയൊക്കെ പിടിച്ചു പറ്റാനും ശ്രമിക്കുക. നിങ്ങളുടെ സ്വന്തം ജോലിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഒരു കാരണവശാലും അവിടെ തലവെച്ച് കൊടുക്കരുത്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനൊക്കെ ശ്രമിക്കുന്നവർ ഒരു അല്പകാലം കൂടി കാത്തിരിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായി ഈ നേട്ടങ്ങൾ ധാരാളമൊക്കെ സാമ്പത്തികമായി നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ധാരാളം ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ചിലവുകളുടെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണം. വിദേശ ബന്ധങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലൂടെയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നേട്ടമുണ്ടാകും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ സമയത്ത് നേട്ടമുണ്ടാകുന്നതാണ്. അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ വരുന്ന ഒരു വർഷക്കാലം നിങ്ങളിലേക്ക് തന്നെ ഒരു ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. ഈ ഒരു വർഷക്കാലം ശത്രുക്കളുടെയൊക്കെ ദൃഷ്ടി നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടതാണ്. ഈ ശത്രുക്കളൊക്കെ അവസരത്തിനായി തക്കം പാർത്തിരിക്കുകയാണെന്നുള്ള ബോധം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടൊക്കെ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അവരുമായുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുക. അതുപോലെ കുടുംബ ബന്ധങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ചേർന്ന് സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ചെറിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. എന്ത് കാര്യമുണ്ടെങ്കിലും കുടുംബത്തെ തുറന്നു പറഞ്ഞ് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതാണ്. കഴിയുന്നത്ര സമയം കുടുംബാംഗങ്ങളുമായിട്ട് ചിലവഴിക്കുക. അതൊക്കെ ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. യാത്രകളിൽ പണം, ആഭരണം എന്നിവ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒട്ടും ഒഴിച്ചുകൂടാത്ത സാഹചര്യത്തിൽ മാത്രം ദൂരയാത്രകളൊക്കെ നടത്തുക. അതുപോലെ കഴിയുന്നതും രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് മകരക്കൂറുകാരുടെ വ്യാഴമാറ്റം മൂലമുള്ള കുറച്ചു ഫലങ്ങൾ. വ്യാഴപ്രീതി വരുത്തുന്നതിന് വേണ്ടി മുതിർന്നവരെ സഹായിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക. ഗുരുകാരണവന്മാർക്ക് ദക്ഷിണാ സഹായം എന്നിവ ചെയ്യുക. സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക. ക്ഷേത്രങ്ങളിലൊക്കെ സൗജന്യ സേവനങ്ങൾ ചെയ്യുക. ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.